മോഹൻലാലിന്റെ പ്രകടനത്തിലൂടെ വലിയ രീതിയിൽ ചർച്ചയായി മാറിയ ചിത്രമാണ് പവിത്രം. ടി.കെ. രാജീവ് കുമാർ സംവിധാനം ചെയ്ത ചിത്രത്തിൽ ശോഭന, തിലകൻ, കെ.പി.എസ്.സി ലളിത, നെടുമുടി വേണു, ബിന്ദുജ മേനോൻ, ശ്രീനിവാസൻ തുടങ്ങിയ വൻ താരനിര ഒന്നിച്ചിരുന്നു. ചിത്രത്തിലെ പ്രകടനത്തിലൂടെ ബിന്ദുജ ഏറെ ശ്രദ്ധ നേടിയിരുന്നു. ബിന്ദുജ ആദ്യമായി അഭിനയിച്ച ചിത്രം കൂടിയായിരുന്നു ഇത്. പവിത്രം എന്ന ചിത്രത്തിൽ അഭിനയിക്കാൻ പോയപ്പോഴുണ്ടായ അനുഭവം പങ്കുവെക്കുകയാണ് ബിന്ദുജ. 1993 ഞാൻ പ്രീ ഡിഗ്രിക്ക് ചേരാനിരിക്കുന്ന സമയത്താണ് രാജീവേട്ടൻ പവിത്രം എന്ന സിനിമയിലേക്ക് വിളിക്കുന്നത്. പവിത്രത്തിനു മുൻപ് കമതദളത്തിൽ മോനിഷ ചെയ്ത കഥാപാത്രത്തിലേക്ക് വിളിച്ചതാണ്. പരീക്ഷ കാരണം ആ വേഷം സ്വീകരിക്കാനായില്ല. പവിത്രത്തിന്റെ സെറ്റിലെത്തിയപ്പോൾ ലാലേട്ടൻ ആദ്യം ചോദിച്ചത് കമതദളത്തിൽ അഭിനയിക്കാത്തതിനെ കുറിച്ചാണ്. റിലീസിംഗ് അടുത്തതിനാൽ നഗരത്തിൽ നിറയെ കമതദളത്തിന്റെ പോസ്റ്ററായിരുന്നു. സംസാരത്തിനിടയിൽ ലാലേട്ടൻ തെറ്റാണ് സിനിമയിൽ മുദ്ര വെച്ചിരിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ വരാൻ വഴിയില്ലെന്നും എവിടെ നിന്നാണ് അത് ശ്രദ്ധിച്ചത് എന്നും ചോദിച്ചു. പോസ്റ്ററിൽ കണ്ടതാണെന്ന് പറഞ്ഞപ്പോൾ എന്നെയും കൂട്ടി അദ്ദേഹം കാറിൽ ആ പോസ്റ്റർ കാണാൻ പോയി. അവിടെ ചെന്നപ്പോഴാണ് ഫോട്ടോ തിരിച്ചു വെച്ചാണ് പോസ്റ്റർ അടിച്ചിരിക്കുന്നതെന്ന് മനസ്സിലായത്. ഉടൻ ലാലേട്ടൻ ആ പോസ്റ്റർ മുഴുവൻ നീക്കം ചെയ്യാൻ നിർദ്ദേശം കൊടുത്തു. പവിത്രം എന്ന ഐക്കോണിക് സിനിമയുടെ ഭാഗമാകാൻ കഴിഞ്ഞത് ഭാഗ്യമായാണ് ഇന്നും കരുതുന്നത്. പവിത്രത്തിലെ മീനാക്ഷി ഇന്നും എന്റെ കൂടെ നടക്കുകയാണ്, ബിന്ദുജ പറഞ്ഞു.